ഇല്ലല്ല, സത്യം പറഞ്ഞ ഞാൻ കളിയാക്കിയാണ്. ഞാനിപ്പോ എന്നെ കളിയാക്കി വെച്ചിട്ട് ഞാൻ കളിയാക്കിയ. വാവയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്ക് പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. എന്താ പറയാൻ പറഞ്ഞത്? പിന്നെ എങ്ങനെ എനിക്ക് ഇങ്ങനെ ആട്ടിപ്പോ ലവ് എന്നാ കണ്ട്. ഓൾ ഇന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, റാഷിദ് അലി വാവന്റെ കോമഡി ആയിട്ട് ക്രഷ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. തെറി പറയില്ലേ ജി? ഓള് ഇങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്, റാഷിദ് അലി വാവൻ എന്തോ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? അല്ല, വാവ മാന്യനാണ്, വാവ നല്ലൊരു മനുഷ്യനാ. അസ്സലാമു അലൈക്കും. അന്റെ പേരെന്താണ്? മുഹസീൻ അല്ലേ? പിന്നെ വാവ മലപ്പുറത്ത് നമ്മളെ പൊട്ടനാക്കാൻ നിങ്ങള്. കയ്യിന്നിട അറിയില്ലേ, ഞാൻ നാച്ചുറലാണ്. എനിക്ക് അഭിനയിക്കൊന്നും അറിയില്ല മോന്റെ. ഇത് പറയും ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഓളിന്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്നെ അറിയാവുന്നൊക്കെ. ഓൾക്ക് എന്തോ ഒരു ഇത് ഉണ്ട് കേട്ടോ, എവിടെ എന്തോ. അല്ലേ, ഓള് കാണാൻ കുഴപ്പമില്ലടാ, ഒന്ന് മേക്കപ്പ് ഇട്ടാ മതി. യൂട്യൂബിൽ ഇപ്പൊ ഉസ്താദുമാരൊക്കെ സ്വർഗത്തിലെ ടിക്കറ്റ് വരെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ്, യൂട്യൂബിൽ ഒന്നും ആരും കണ്ടിട്ട് ഒന്നും ചെയ്യരുത്, അനുഭവം ഗുരു. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. എന്നിട്ട് അന്റെ മുഖത്തെന്തൊരു പാട്? ആരാ കടിച്ച്? ചോദിക്കാൻ പറഞ്ഞിരിക്കോ? അതങ്ങനെ ഒരു എന്തോ ജീവി കടിച്ചത്. ആരാ കടിച്ച്? ജീവനാണോ? എന്താ അറിയോ, അതൊരു എന്തോ ഒരു ചെറിയൊരു ബ്ലാക്ക് ഒരു തരി പോലത്തെ ഒരു സാധനം വന്നതാ. അപ്പൊ യൂട്യൂബില് ഏതോ ഒരു നല്ലവനായ ഉണ്ണി പറഞ്ഞു, ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടി കോയിൻ ഇല്ലേ, കോയിൻ വെച്ചിട്ട് ഇങ്ങനെ 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 ഇതാക്കിയാൽ മതി. അപ്പൊ ഞാൻ പെട്ടെന്ന് പഠിക്കും. പിറ്റേ ദിവസം അന്ന് എനിക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തൊട്ട് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. പോട്ടെ പോലും ചുമന്നല്ലേ ഇരിക്കുള്ളൂ. പിന്നെ നോക്കിയപ്പോ അവിടെ ഇങ്ങനെ വലിയൊരു ഇതായിട്ട് തൊലിയൊക്കെ പോയിക്കണ്. നല്ലതാ, യൂട്യൂബിൽ നോക്കിട്ട് ഒന്നും ചെയ്യരുത്. യൂട്യൂബിൽ ഇപ്പൊ ഉസ്താദുമാരൊക്കെ സ്വർഗത്തിലെ ടിക്കറ്റ് വരെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ്, യൂട്യൂബിൽ ഒന്നും ആരും കണ്ടിട്ട് ഒന്നും ചെയ്യരുത്, അനുഭവം ഗുരു. നമ്മള് പണ്ട് യൂട്യൂബ് ആയിരുന്നു ഫുള്ള്, കാരണം ബ്യൂട്ടി പ്രൊഡക്ട്സോ അങ്ങനെയൊന്നും പൈസ ഉണ്ടാവില്ലല്ലോ. അപ്പൊ പെരയിൽ ഉമ്മ വാങ്ങിയ തക്കാളി അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാവുമല്ലോ. യൂട്യൂബിൽ നോക്കിയാൽ ഫുള്ള് അടുക്കളത്തെ സാധനങ്ങളാണല്ലോ, ഫുള്ള് തക്കാളി, നാരങ്ങ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. അപ്പൊ അതൊക്കെ എടുത്ത് തേക്കുമായിരുന്നു. പാളും. എന്തെങ്കിലും ഹാക്ക് വർക്ക് ആയിട്ടുണ്ടോ? ഒന്നും എന്തോ അരിപ്പൊടിയുടെ എന്തോ സാധനം വർക്ക് ആയിരിക്കും, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പം വാവേന്റെ ഇന്റർവ്യൂ ആണ് എന്ന് പറഞ്ഞപ്പം എന്റെ ഒരു കട്ട ഫാൻ മോനെ വല്ലായി സീരിയസ്ലി പഠിച്ചോ സത്യോ ഇത് പറയട്ടെ. എനിക്ക് പേരൊന്നും അറിയൂല, എന്റെ അടുത്ത് പറഞ്ഞ് വാവ വരുമ്പോ വാവേനൊന്ന് വിളിച്ചു തരണം എന്ന് പറഞ്ഞു. വിളിച്ചു തരട്ടെ? സ്ക്രിപ്റ്റ് ഒന്നുമില്ല, ഞാൻ കണ്ടിട്ടും എന്റെ പരിപാടി. ഹലോ, അതാരാ? അതെ, വാജിനെ ഉമ്മു ഹസീനെ? അതാ മുഹസീന? അപ്പൊ തന്നെ അറിയാ ഇജ്ജ് മുഹസീന അല്ല. മുഹസീന അല്ല ഇജ്ജ്, മുഹസീന. ആയിക്കോട്ടെ, പറ. അങ്ങനല്ലേ, ഇത് സ്ക്രിപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞ. അല്ലല്ലോ, ഇന്റർവ്യൂയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ട് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. കൊറേ കാല് പിടിച്ചിട്ട് ഇവര് കണക്ട് ചെയ്ത് തന്നത് തന്നെ. ആയിക്കോട്ടെ, എന്നാ പറയ്. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാന് ഇന്റർവ്യൂ കണ്ടിരുന്നു, കൊറേ മെസ്സേജ് അയച്ചിരുന്നു, റെസ്പോണ്ട് ചെയ്തില്ല. എനിക്കോ? ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. പറ്റുമെങ്കിലൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ കൊറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചൊറുക്കുണ്ടോ? ആയിക്കോട്ടെ.
ആയിക്കോട്ടെ. ഞാൻ നോക്കണ്ടോ. എന്താ എന്റെ ID? മുഹസീന. മുഹസീന. മുഹസീന ആ MUHA.09. ആയിക്കോട്ടെ. ഞാൻ നോക്കാട്ടോ. ഫോളോ ബാക്ക് ചെയ്യോ? ചെയ്യാ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. അന്റെ പേരെന്താണ്? മുഹസീന അല്ലേ? പിന്നെ വാവ മലപ്പുറത്തുനിന്ന് നമ്മളെ പൊട്ടനാക്കാൻ നിൽക്കല്ലേ നിങ്ങള്? അസ്സലാമു അലൈക്കും പറഞ്ഞാ മാഷാ അല്ലാന്ന് പറയാ, അല്ല ഇൻഷാ അല്ലാന്ന് പറയാ. ഇജ് മുഹസീനല്ല. അല്ല, മദ്രസയിൽ പഠിക്കാത്ത കുട്ടിയാ, സ്വാലിഹത്ത് അല്ലാത്ത കുട്ടിയാ. ഇജ് മുഹസീനല്ല. ഞാൻ പറയണു 100% പറയണു ഇജ് മുഹസീനല്ല. ഓക്കെ. അപ്പൊ സ്വാലിഹത്തായ വേണ്ടേ? ആയിക്കോട്ടെ, ഞാൻ തരാട്ടോ. ഇല്ല, ഞാനങ്ങനെ വാവ അത്രക്കാരനല്ല. ഇല്ല, ഇത് ശരിക്കില്ലാണോ? അതെ, എന്നാ സോറിട്ടോ. നമ്മള് മൈൽ സ്റ്റോണുകാർ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എത്തിക്സ് ഉള്ള ചാനലാ. അതെ, ഫോളോ ചെയ്യുന്നുണ്ട്, മെസ്സേജ് അല്ലേ? അയക്കുന്നുണ്ടായിരുന്നു. എത്തിക്സ് ഇല്ലേ? ആയിക്കോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടം, മീൻസ് പോസിറ്റീവെല്ലാം ഭയങ്കര റിയലിസ്റ്റിക് ആയതുകൊണ്ട് ഭയങ്കര റിയൽ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും എക്സ്പ്രസ് ആയിക്കോട്ടെ. റെസ്പെക്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്തു. ഞാനിങ്ങനെ പറഞ്ഞൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല പരിപാടിയാന്ന് വിചാരിച്ചിട്ടാട്ടോ. സോറി അങ്ങനെ പറഞ്ഞേ. അല്ല, അപ്പൊ ഞാൻ ഓർക്കുന്നത് നിങ്ങൾ എന്നെ കളിയാക്കുന്ന പോലെ. ഇല്ലല്ല, സത്യം പറഞ്ഞ ഞാൻ കളിയാക്കിയാണ്. ഞാൻ ഇന്നെ കളിയാക്കി വെച്ചിട്ട് ഞാൻ കളിയാക്കിയ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ സോറി ഐ ആം ദി സോറി അടിയാ. മെഹർ എന്താ ചോദിക്കണ്ട? മെഹറിന് ഹായ് മോസിന. എനിക്ക് അറിയാം മോസിന വാവേന്റെ കട്ട ഫാനാന്ന് എനിക്കറിയാം. വാവ എനിക്കറിയില്ല, വാവ ചിലപ്പം എന്റെ ഇന്റർവ്യൂ ആയതുകൊണ്ടായിരിക്കും വിചാരിച്ചത് ചിലപ്പോ പ്രാങ്ക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് ഞാൻ അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞ എല്ലാം തുറന്നു പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഇല്ലടാ, സാരമില്ല. പറഞ്ഞിട്ടാണ്. അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. വാവനെ അറിയണല്ലേ? വാവയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഗൈസ് സത്യം പറയാലോ, ഞാൻ സ്ക്രിപ്റ്റ് അയച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞാണ്. ഞാനും അങ്ങോട്ട് പറഞ്ഞാണ്. അല്ല, വാവ മാന്യനാണ്. വാവ നല്ലൊരു മനുഷ്യനാ. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് വിടും. ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എന്തൊക്കെ ചോയ്ക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് വാവേ വിശേഷം? നല്ല വർത്താനാ. ഉമ്മ ഉപ്പൊക്കെ എന്താ പറയണോ? അല്ല, ഓരൊക്കെ ഇന്റർവ്യൂ കണ്ടോ? കണ്ടിട്ടുണ്ടാവും വിചാരിക്കും. ഇമ്മ കണ്ടിക്കണു തോന്നുന്നു. ഉമ്മ എന്താ പറഞ്ഞു? എന്നിട്ട് ഇമ്മ അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇഷ്ടപ്പെട്ടോ ഇന്റർവ്യൂ? പിന്നെ കൊഴപ്പല്ല, ഞാനായോണ്ട് ഞാളുള്ളോണ്ട് ഇഷ്ടായി. അതിപ്പോ എന്നെ ഒന്ന് ഇതാക്കി പറയണ അങ്ങനെ ഞാളുള്ളോണ്ട് എനിക്ക് ഇഷ്ടായി പറയാ. അങ്ങനെ പ്രാങ്ക് കോൾ ടു യുവർ ഫ്രണ്ട്. പ്രാങ്ക് കോളോ? ഏത് ഫ്രണ്ടിന്? ഏതെങ്കിലും ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചോ? ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഇവനെ. ഇവനൊന്നും വിളിക്കണ്ട. പറയ്. പിന്നെ ആർക്കാ? വേറെ ഏതെങ്കിലും എന്റെ സോഷ്യൽ മീഡിയയിലുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ്? സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒന്നുമില്ല? ബോയ്സോ ഗേൾസോ? ആരെ വേണമെങ്കിലും വിളിച്ചു. ഇൻഫ്ലുവൻസറിനെ വിളിക്കണോ? ആരെ വിളിക്ക? റാഷിദ് അലി വാവക്ക് വിളിച്ചേക്കോ? റാഷിദ് അലി വാവയ്ക്ക് വിളിച്ചോ? ഓൻ എന്റെ ഫ്രണ്ട്. എടുക്കുന്നോട്ടോ. കുറച്ച് 2 ദിവസം എന്താ പറയാൻ പോന്നെ? അത് പറയാം. ഞാൻ പ്രാങ്ക് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാൻ അറിയില്ല. അത് മെഹറിനുള്ള അറിയാം. അപ്പൊ എന്താ പറയാ, മെഹറിനായിട്ട് സെറ്റ് ആയി പറയാം. എങ്ങനെ ചോദിച്ചാൽ മതി. മെഹർ എങ്ങനെയാ? ഓനക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഓളെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇന്റർവ്യൂ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അന്ന് മറ്റേ ഈ ഫോളോ ചെയ്യണ്ടല്ലോ, അപ്പൊ എങ്ങനെയാ കുട്ടി എങ്ങനെയാ ചോദിച്ചിട്ട് എനിക്ക് സിനിമയെ കയറാനുള്ള ഒരു അവസരം ഞാൻ തരുന്നത്. എനിക്ക് സിനിമ കയറണ്ട, ഇതുപോലെ ചെയ്താൽ മതി. എന്താ ചെയ്യാൻ ഒന്നുകൂടി പറഞ്ഞോ. ഇങ്ങനെ ഭാവി കുറച്ചൊക്കെ കയ്യിന്നിട എല്ലാം എങ്ങനെ പറഞ്ഞായിരുന്നോ? കയ്യിന്നിട അറിയില്ലേ, ഞാൻ നാച്ചുറലാണ്. അഭിനയിക്കൂലേ? എനിക്ക് അഭിനയിക്കൊന്നും അറിയില്ല മോന്റെ. ഇത് പറയും. അന്ന് ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനെ അറിയാം. ഇങ്ങനെ ചോദിച്ചാൽ മതി, എനിക്ക് മെഹറിനെ അറിയോ? ഞാൻ മുമ്പൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മതി. ചിരിക്കരുത്. ശരിക്കും ഇങ്ങനെ
ഓമല ചീത്തയോ തെറിയൊന്നും പറയാണ്ടിരുന്നാ മതിയായിരുന്നു. ഓൻ കോമഡിയാണ്. ഓൻ എന്തേലൊക്കെ എങ്ങനെ ചോദിച്ചാ വാവേ നമ്പർ പോലല്ലോ. സ്പീക്കർ ഉണ്ടോ? സ്പീക്കർ ഇടണം ഓഫ് കോഴ്സ്. സൗണ്ട് കൂട്ട്. അതെ ഓമലെ ചീത്തയൊക്കെ പറയണമെങ്കിൽ കട്ട് ചെയ്യണം കേട്ടോ. എടുക്കണില്ലല്ലോ. ഹലോ ഇജ തിരക്കില്ല? അനക്ക് ഇവളെ അറിയോ മെഹറിനെ? പരിചയമുണ്ടോ? ആ ഓളിഞ്ഞോട് ചോദിച്ചീന്നേ. ആ ഞാൻ എന്നെ ഫോളോ ആക്കണ കണ്ടില്ലേ? അല്ല കണ്ടിട്ടുണ്ടാവും മ്യൂച്വലില്. ആ ഓളിന്റെ അടുത്ത് ചോദിച്ചിന്ന് എന്നെ അറിയാവുന്നൊക്കെ. ആ ഓൾക്ക് എന്തോ ഒരു ഇത് ഉണ്ട് കേട്ടോ. എവിടെ എന്തോ അല്ലേ ഓള് കാണാൻ കുഴപ്പമില്ലടാ. ഒന്ന് മേക്കപ്പ് ഇട്ടാ മതി. ഞാൻ അങ്ങനെ ചെയ്യോടാ. ഇല്ലടാ ഓളിന്റെ അടുത്തൊന്നും ഇല്ല. കുറച്ച് അല്ലേ ഓളിഞ്ഞോട് ഇങ്ങനെ ചോദിച്ചിരുന്നു റാഷിദ് അലി ബാവന്റെ കോമഡി ആയിട്ട് ക്രഷ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. തെറി അറിയില്ലേ ജി? ഇന്റെ അടുത്ത് ആരില്ലടാ, ഞാൻ വെറുതെ ഇങ്ങനെ വിളിച്ചതാ. ഓൾക്ക് എന്താ എന്നെ എന്തോ ഞാൻ ഇപ്പൊ അതാ ഞാൻ ഇവിടെ ഉണ്ട് പെരയിലടാ. പെരയില ഞാൻ രാത്രി എടുക്കും പറയാ. അല്ലേ ഇല്ല എന്റെ അടുത്ത് ആരുമില്ല. ഓള് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്റെ അടുത്ത് റാഷിദ് അലി ബാവൻ എന്തോ ഇഷ്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു. അല്ല ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു. കാര്യത്തില് സത്യത്തില് എടാ വാണി നോക്കിക്കോ. വാണക്ക് നോക്കിക്കോ, തമാശല്ല. കുറച്ച് ചെറുക്കിന്റെ കുറവുണ്ടെന്നുള്ളൂ. ബാക്കിയൊക്കെ അതായത് ഫുള്ള് ഫെയിമൊക്കെ അല്ലേ. വേണ്ടല്ലേ? എടാ സോറി ട്ടോ, ഞാനേ ഓള് വിളിച്ചാൻ പറഞ്ഞിട്ട് വിളിച്ചാ. ഓളിന്റെ അപ്പുറത്തുണ്ട്. എനിക്ക് വേണ്ട. ഓൾക്ക് വേണ്ടെന്നാ അറിയണ. ഇന്റർവ്യൂ ആടാ. സോറിടാ. ആടാ വേറൊന്നല്ലല്ലോ വിളിക്കാൻ വന്ന്. ഞാനടാ ഇന്റെ അടുത്ത് ഒരു വലിയൊരു ഇൻഫ്ലുവൻസർ പറയാൻ എന്റെ നമ്പർ മാത്രമേ ഉള്ളൂ. ആ അതെ സെയിം പിച്ച്. ഇജ്ജ് ഉറങ്ങുന്നല്ലേ തന്നെ? വീഡിയോക്കാരോ ഇതിന്റെ എഡിറ്റർമാരെ കജ്ജില്ല. നോക്കെ ആ എപ്പോ? ആ ഓക്കെ ശരി. എന്റെ കൈ എന്താ ഇറക്കണേ? അയ്യോ ഇനി ഇജ്ജ് പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഞാൻ എന്താ പറയാൻ പറഞ്ഞത്? ഇജ്ജല്ലേ ലവ് കാണിച്ചു. പിന്നെ എങ്ങനെ പറഞ്ഞത്? ഇജ്ജെന്താ പറഞ്ഞ ഇക്ക് ഇങ്ങനെ ആട്ടിപ്പോ ലവ് എന്നാ കണ്ട്. ഇത് ലവ് തന്നെയല്ലേ? അതെ ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഇനി നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഇനി സംസാരിച്ച് വെറുതെ ഞാൻ തന്നെ കേറണില്ല. അതന്നെ വയറ് നിറഞ്ഞു. ഓക്കെ അപ്പം കഴിഞ്ഞ ഇന്റർവ്യൂ ഒക്കെ ഞാൻ തന്നെ പാടി, ഞാൻ തന്നെ പാട്ട് പാടി അവസാനിപ്പിച്ചു. വാവനോട് പാടാൻ പറയല്ലേ ഗൈസ്. എന്താ വാക്ക് പാടാൻ അറിയില്ല. വാ പാട്ടും പാടൂല, ഡാൻസും പാടൂല. ലിറിക്സ് പറഞ്ഞുതരാം. ഈ വെറുതെ പാടി. വേണ്ട എനിക്ക് വയ്ക്കൂല. ഞാൻ പറഞ്ഞില്ല എന്നോട് നേരത്തൊലിച്ചപ്പോ ഇജ്ജ് 2 ചാക്ക് സിമെന്റ് കയറ്റിടാൻ പറഞ്ഞു. അത് ഇടാ. പക്ഷെ ഈ അറിയാത്ത പണി എങ്ങനെ നമ്മൾ ചെയ്യാ? ഓക്കെ